നമസ്കാരം. ഭാര്യയുടെ ഫോൺ ഭർത്താവും ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയും ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരുപാട് പ്രോബ്ലംസുകൾ, എസ്പെഷ്യലി ഫാമിലി പ്രോബ്ലംസുകൾക്കെല്ലാം ഇടയാക്കുന്ന ഒരു കാരണമാണ് മൊബൈൽ ഫോണുകൾ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രവണതയാണോ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ക്ലയൻസ് എന്നെ വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും പ്രോബ്ലംസുകൾക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിൽ കാണുന്നത് ഈ ഫോണാണ് ഒരു പരിധിവരെ വില്ലനായിട്ട് മാറുന്നത്. സോ ഇത്തരം ഇഷ്യൂസ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട. ദാമ്പത്യത്തിൻ്റെ വിജയത്തെ ഏറ്റവും പ്രധാനമായിട്ട് നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് വിശ്വാസം. എങ്ങനെയാണ് ഒരു വിശ്വാസം ഉണ്ടാകുന്നത്? ഒരു കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശേഷങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ വരുമ്പോൾ അത് നന്നായിട്ട് സംസാരിക്കുകയും എല്ലാം ഓപ്പണായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം തോന്നുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് എന്നോട് ഒന്നും വിളിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് വളരെ ട്രാൻസ്പാരൻ്റ് ആണ്, എൻ്റെ ഭർത്താവ് വളരെ ഓപ്പണാണ്, വളരെ ക്ലോസ്ഡ് ആണ്, ഇങ്ങനൊരു പങ്കാളിയെ കിട്ടിയത് എനിക്ക് നന്നായി പോയി, അതെൻ്റെ ഭാഗ്യമാണ്, ഇങ്ങനൊരു തോന്നൽ ഭാര്യയ്ക്കും തിരിച്ച് ഭർത്താവിനും ഉണ്ടാക്കുന്നു. എന്നാൽ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണുന്ന ഒരു കാര്യം, ഭാര്യയുടെ ഫോൺ ഭർത്താവോ ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി അഥവാ എടുക്കുകയാണെങ്കിൽ പറയുക, അതിനകത്ത് ചാർജ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ ഫോൺ എടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുത്താൽ പോലെ. ഇങ്ങനെ സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത്, ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പരസ്പരം സംസാരിക്കാതെ കൂടുതൽ സമയം മൊബൈൽ ചെലവഴിക്കുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയോ അല്ലെങ്കിൽ മുൻകാല കാമുകന്മാരെയോ അല്ലെങ്കിൽ വാട്സപ്പ് സ്കൂൾ ഗ്രൂപ്പുകൾ ഉണ്ടാകും, കോളേജ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴാണ് പങ്കാളികൾക്ക് പരസ്പരം ചെറിയൊരു സംശയം തോന്നും. കാരണം എന്നോട് വഴക്കിട്ടിട്ട് എൻ്റെ പാർട്ട്ണർ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നേക്കാളും കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ എന്നേക്കാളും കൂടുതൽ ഇഷ്ടം ആരിലും ഉണ്ട്. അങ്ങനെ ഒരു സംശയം തോന്നുന്ന സമയത്താണ് ഈ ഫോൺ ചെക്ക് ചെയ്യണം എന്നൊരു തോന്നൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാകുകയും അവർ ബാത്റൂമിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഒക്കെ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ ഫോൺ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. കാരണം എന്താ? ഈ പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആരും ഷെയർ ചെയ്യില്ല. എന്തിനാണ് പാസ്വേഡ്? നിനക്ക് നിൻ്റെ ഫോൺ ഉപയോഗിച്ചാൽ പോലെ, എന്തിനാണ് എൻ്റെ ഫോൺ? എനിക്കാണെങ്കിൽ പലരും വിളിക്കാനൊക്കെ ഉണ്ടായിരിക്കും, നീ എന്തിനാണ് അറിയേണ്ട കാര്യം? ഇങ്ങനെയൊക്കെ ടോക്കുകൾ വരുമ്പോൾ ഈ സംശയം പൂർണ്ണമായിട്ടും ബലപ്പെടും. അങ്ങനെ അവർ ഒരു കഥ പോലെ മെനഞ്ഞെടുത്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തും, എൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ എന്നെക്കാളും കൂടുതൽ ഇഷ്ടം വേറെ ആരോടോ ആണെന്നാണ്. അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പാസ്വേഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മക്കളുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ മറ്റു പല രീതികളൊക്കെ ഇത് കണ്ടെത്തിയിട്ട് അതിനകത്തെ എല്ലാ മെസ്സേജസുകൾ മുതൽ എല്ലാ കാര്യങ്ങളും നോക്കും. ഒരു പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലാത്ത കാര്യങ്ങൾക്കോ ആരെങ്കിലുമായിട്ട് ഒരു 10-15 മിനിറ്റോ കൂടുതൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യങ്ങളായി, ഇതാരാണ്, ഈ വ്യക്തി ആരാണ്, എന്തിനാണ് ഇയാളോട് ഇത്രയും സമയം സംസാരിച്ചത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കും. അവസാനം ഇത് വലിയൊരു കുടുംബ കലഹങ്ങളിലേക്കും ഡിവോഴ്സിലോട്ടും ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ എല്ലാം ഇത് എത്തിച്ചേരുന്നു. അങ്ങനെയാണ് നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. സോ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം ഈ ചെക്കിങ്ങിന് പകരം ട്രാൻസ്പാരൻ്റ് ആക്കുക. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മൊബൈൽ ഉപയോഗിക്കാം, ഭർത്താവിന് ഭാര്യയുടെ മൊബൈലും ഉപയോഗിക്കാം, എല്ലാ തരത്തിലുള്ള ഫ്രീഡംസൊക്കെ എല്ലാം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ യാതൊരു രഹസ്യങ്ങളും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യം ഓപ്പണായി സംസാരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഇത് ആങ്സൈറ്റി കുറയ്ക്കാനും അല്ലെങ്കിൽ ഡിപ്രസീവ് ഫീലിങ്സ് കുറയ്ക്കാനും ഒപ്പം തന്നെ നല്ലൊരു അഭിമാനം, ബീങ് പ്രൗഡ്, എനിക്കിങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ടൊക്കെ എല്ലാം തോന്നിക്കുന്നതൊക്കെ എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. സോ ഏറ്റവും ബെസ്റ്റ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തടയാനും വേണ്ടിയിട്ടും നല്ലൊരു മാർഗം ബീങ് എ ട്രാൻസ്പാരൻറ്റ് പാർട്ട്ണർ. സോ ഈ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ ഫോൺ അവിടെ ഇരുന്നാൽ പോലും അതിനകത്ത് ചെക്ക് ചെയ്യേണ്ട ഒരു തോന്നൽ പോലും ഉണ്ടാക്കില്ല.
സോ ഫോൺ ചെക്കിങ്ങിനേക്കാളും നല്ലത് മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ആവശ്യം വരുന്ന സമയത്ത് മാത്രം പങ്കാളിയുടെ ഫോൺ ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പരസ്പരം ഫോൺസൊക്കെ എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പിൻ നമ്പറുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പാസ്വേഡ്സൊക്കെ എല്ലാം ഉപയോഗിച്ചാണ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ണറിനും കൂടി ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു തോന്നൽ വരും, എന്ത്, ഞങ്ങൾക്കിടയിൽ യാതൊരു രഹസ്യമില്ല, എല്ലാ കാര്യവും ഓപ്പൺ ആണ് എന്ന് വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഒരു സംശയത്തിനും ഇട നൽകാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഫോൺ ചെക്ക് ചെയ്യരുത്. പകരം അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചെക്കിങ് എന്ന് പറയുന്നത് സംശയം കൊണ്ടുണ്ടാവുന്നതാണ്. സംശയം ഒരു ക്യാൻസർ പോലെയാണ്. ഒരിക്കൽ കുടുംബജീവിതത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളെയും കൊണ്ടുപോകുള്ളൂ. സോ അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറയും വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. താങ്ക് യു.